ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഞ്ച് ബോക്സ് മലയാളം. 2024 ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത ദ ഡേ ഓഫ് ദ ജാക്കൽ എന്ന ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ഒരു സീരീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറലി ഇപ്പോൾ IMDbയിൽ 8.2 റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. സോ റേറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. സീരീസും ആ ലെവലിൽ തന്നെ ഉണ്ടായിരിക്കുമോ ഇല്ലയോ, എന്താണ് ഈ ഒരു സീരീസിൻ്റെ കോൺസെപ്റ്റ്, അതെല്ലാമാണ് ഈ ഒരു റിവ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു 10 എപ്പിസോഡുള്ള ഒരു സീരീസ് ആണ്. ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്നാൽ നമ്മുടെ ഹീറോയുടെ കോഡ് നെയിം ആണ് ജാക്കിൾ എന്ന് പറയുന്നത്. ഇയാളൊരു പ്രോ ലെവലായിട്ടുള്ള ഒരു അസാസിനാണ്, ലൈക്ക് ഒരു പെർഫെക്റ്റ് കില്ലർ എന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. പുള്ളിയുടെ അസാസിനേഷൻ സ്കില്ലൊക്കെ വളരെ ടോപ്പ് ലെവലായി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കസ്റ്റമൈസ്ഡ് സ്നൈപ്പറൊക്കെ ഉണ്ടാക്കി തന്നെത്താനെ ആൾമാറാട്ടമൊക്കെ നടത്തി എങ്ങനെ ഒരു സ്പൈയെ പോലെ എല്ലാം നിരീക്ഷിച്ച് ഒരു പെർഫെക്റ്റ് ക്രൈം ചെയ്യാമെന്നുള്ളത് ഇതിൽ മികച്ച രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല, വളരെ നിസ്സാരമായി തന്നെയാണ് പുള്ളി കൈകാര്യം ചെയ്യുന്നത്. ഒരു ഹൈ ലെവലായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറിനെ മർഡർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റിനെ തന്നെ ഇല്ലാതാക്കാനും എങ്ങനെ അത്രത്തോളം റിസ്ക് എടുക്കണം, എങ്ങനെ ഇതിനെല്ലാം കൈകാര്യം ചെയ്യണം എന്നുള്ളതെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെ ഒരു ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയായിരിക്കും പുള്ളി ചോദിക്കുക. പക്ഷെ ആ ഒരു പറഞ്ഞ പൈസ പുള്ളി കൊടുത്തില്ലെങ്കിൽ പുള്ളിയുടെ സ്വഭാവം മാറും. ആ കിട്ടാത്ത പൈസയ്ക്ക് വേണ്ടി ഏത് എക്സ്ട്രീം ലെവൽ വരെ പോകാനും തയ്യാറായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ക്യാരക്ടറാണ് ഈ ജാക്കിൾ എന്നുള്ളത്. സോ ബേസിക്കലി പുള്ളി ചോദിക്കുന്ന ആ ഒരു എമൗണ്ട് പുള്ളി കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ക്രൈം ചെയ്തു കൊടുക്കും. ഉള്ളതിൽ വെച്ച് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു അസാസിൻ ക്യാരക്ടറാണ് നമ്മുടെ ജാക്കിൾ എന്നത്. സോ ഇതുപോലുള്ള ഒരു അസാസിൻ ക്യാരക്ടറിനെ നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് വരും. ആൻഡ് അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെയുള്ള ഒരു അസാസിനെ പിടിക്കാൻ വേണ്ടി തന്നെ ബ്രിട്ടീഷ് ഇൻ്റലിജൻറ്റ് ഓഫീസിൽ ഒരു ലേഡി ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബിയങ്ക എന്ന പേരിൽ. ആൻഡ് പുള്ളിക്കാരിയാണ് ഒടുക്കത്തെ ഇൻ്റലിജൻറ്റ്. ഈ ജാക്കിൻ്റെ പുറകെ തന്നെ ചേസ് ചെയ്ത് തൊട്ടില്ല എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും പുള്ളിക്കാരിയുടെ ആ ഒരു പോക്ക്. ആൻഡ് നമ്മുടെ ഹീറോ ഒരു ഹീറോ ആണോ അതോ വില്ലനാണോ എന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓഡിയൻസിനെ നല്ല രീതിയിൽ ട്വിസ്റ്റാക്കുന്ന പോലെ ഇതിലേതാണ് നല്ലത്, ഇതിലേതാണ് തെറ്റ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ രൂപത്തിലാണ് ഈ ഒരു സീരീസ് മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബൈ ദ വേ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ലൊരു ക്വാളിറ്റിയും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിൽ പോലും അതിൽ എത്രത്തോളം ഹോംവർക്ക് ചെയ്യുമെന്നും അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കുമെന്നും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോരോ ടാസ്കുകളും അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ലൂപ്പ് ഹോൾ പോലും കിട്ടാത്ത രീതിയിൽ അത്രയും സ്മാർട്ടും ഇൻ്റലിജൻറ്റുമായിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി റൈറ്റിംഗ് എല്ലാം നടത്തിയിട്ടുള്ളത്. എങ്ങനെ ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇത് നടത്തിയെന്ന് നോക്കുവാണെങ്കിൽ ഇതൊരു നോവൽ ബേസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് അതിൽ കുറേ പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്ത് അതിൽ വിജയിച്ചതിന് ശേഷമാണ് ഈ ഒരു സീരീസ് അവർ ക്രിയേറ്റ് ചെയ്തത്. സോ അതിൻ്റെ മഹിമ ഈ ഒരു സീരീസിൽ ഉടനീളം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റോറി വൈസ് ഒരു ടോപ്പ് റേഞ്ചിൽ തന്നെയാണ് ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവായിട്ടൊന്നും ഇല്ലേ എന്ന് ചോദിക്കുവാണെങ്കിൽ ആക്ച്വലി എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ തോന്നിയിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ആൻഡ് അതിനുശേഷം ഇതിൽ ജാക്കിളിനെ പിടിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ പിടിക്കുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അതിനനുസരിച്ചുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ ആയിരിക്കും ബാക്കിയുള്ള ആ ഒരു 10 എപ്പിസോഡിലും ഉണ്ടായിരിക്കുക. ആൻഡ് ദെൻ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലും സീരീസിൻ്റെ മിഡിലുമൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ന്യൂഡിറ്റി സീനുകളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അത് ചെറിയ സീനുകളാണെങ്കിൽ പോലും അതൊരു ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആൻഡ് ടോട്ടൽ 10 എപ്പിസോഡ്സും ജിയോ ഹോട്ട്സ്റ്റാറിൽ മൾട്ടി ലാംഗ്വേജസിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. ബൈ ദ വേ ഇതിനൊരു സെക്കൻഡ് സീസണും ഇനി ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് നല്ലൊരു മികച്ച ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സീരീസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നിങ്ങളും ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ദെൻ ബിഞ്ച് ബോക്സിൻ്റെ സൈഡിൽ നിന്നും ഒരു റേറ്റിംഗ് നൽകുകയാണെങ്കിൽ ഒരു 8.5 ഔട്ട് ഓഫ് 10 നൽകാവുന്നതാണ്. So that's all guys, keep watching, keep supporting Binge Box Malayalam. See you on the next video. Bye. He will kill again unless we stop him. There's no record of him anywhere. There's only so much I can do to protect you. I will find him and I will kill him myself.